ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടുത്തു പോയി രാധികമോളെ വിളിച്ചോണ്ട് വാ. ഇതിനോട് അവൾ എങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാലോ. അപ്പോ ഈ വാർത്ത കണ്ട് നല്ല രീതിയിൽ രാധികമോൾ പ്രതികരിക്കുന്നെങ്കില് ഈ മുഖംമൂടി ഇന്ന് മാറ്റുമല്ലേ? തീർച്ചയായിട്ടും. സൂക്ഷിച്ചു പോണേ. അപ്പൊ ഞാനോ സാർ? അതെ, അച്ഛൻ്റെ കൂടെ ഞാനാ പോകുന്നത്. ഇയാളതേ ഏട്ടൻ്റെ കൂടെ ഫാക്ടറിയിലേക്ക് പോക്കും. ശരി സാർ. ഏട്ടാ, അമ്മയാണല്ലോടാ. ഹലോ പത്മിനി. ഇറങ്ങിയോ? ഇല്ല, ദേ ഇറങ്ങാൻ തുടങ്ങുന്നു. യാത്രയ്ക്കൊരു വ്യത്യാസമുണ്ട്. എന്റെ കൂടെ ഡ്രൈവറല്ല വരുന്നത്, വരുണ. അല്ല, അതെന്താ അങ്ങനെ? അവനവിടെ നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞേ? അവൻ എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞിട്ടാ. അവൻ എന്നെ വിട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചു പോരും. അത് വേണ്ട. അതെന്തു പറ്റി? സൂര്യയുടെ കൂടെ വരണില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അവൻ അവിടെ തന്നെ നിൽക്കട്ടെ. അല്ലടോ, അവൻ എന്റെ കൂടെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. എന്തായാലും സൂര്യ അവിടെ തനിച്ച് നിർത്താൻ പറ്റില്ല. എനിക്കൊരു സമാധാനവും കിട്ടില്ല. അവനോട് അവിടെ തന്നെ നിൽക്കാൻ പരമേശ്വരേട്ടൻ പറ. അവൻ എത്ര വാശി പിടിച്ചാലും വിട്ടുകൊടുക്കരുത്, കേട്ടല്ലോ? ആ, വരുൺ, അമ്മയുടെ തീരുമാനം നിനക്കെതിരാണല്ലോടാ. അമ്മ പറയുന്നത് സൂര്യയുടെ കൂടെ നീ ഇവിടെ വേണമെന്നാ. അച്ഛാ, നിന്നെ അങ്ങോട്ട് കൊണ്ട് ചെല്ലണ്ടെന്ന് തന്നെ പറഞ്ഞു. അതെന്ത് പറത്തില്ല, തേങ്ങയൊന്നും പറ്റില്ല. ഞാനെന്തായാലും അച്ഛൻ്റെ കൂടെ വരുന്നുണ്ട്. അതെ, തൽക്കാലം നീ വരണ്ട. അച്ഛന് സ്വന്തം ഭാര്യ ഇത്ര പേടിയാണോ? സ്നേഹമുള്ള ഭാര്യമാരെ പേടിക്കുന്നതുകൊണ്ട് എന്താടാ? നീ 2 ദിവസം ഇവിടെ നിൽക്ക്, എന്നിട്ടങ്ങ് ചാടിക്കോ. നീ വന്നു കയറിയ പിന്നെ അമ്മയെ സമാധാനിപ്പിക്കുന്ന കാര്യം ഞാനേ. ഓ എടാ, ഇതെന്റെ പ്രാർത്ഥന ദൈവം കേട്ടോ. ഏട്ടൻ കൈയെടുത്തേ. നീ പോകാൻ തീരുമാനിക്കല്ലേ എന്ന് ഞാൻ കരുതിയിരുന്നു. ഉണ്ടായിരിക്കുന്നുണ്ടോ? ഒരു പ്രാർത്ഥന കൊണ്ട് വന്നിരിക്കുന്നു. എന്നാ ഞാൻ ഇറങ്ങട്ടെടാ. നീ താക്കോലങ്ങ് കൊടുക്ക്. സൂക്ഷിച്ചു പോണേ. എന്താ എന്താടാ, പ്രിയങ്ക ആലോചിച്ചിട്ടാണോ ടെൻഷൻ? ആ, എന്റെ പെണ്ണിനെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടാ. അതിപ്പോ അതേ ഇപ്പൊ ഏട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്യാമേ, ഇത് നോക്കി. രാധിക പാടിയ പാട്ട് ഹിറ്റായതിനെ കുറിച്ചാ എല്ലാരും പറഞ്ഞിരിക്കുന്നത്. സന്തോഷായില്ലേ? സന്തോഷമല്ലേ? പക്ഷേ ഈ വാർത്തയില് വേറൊരു കുരുക്കം കൂടിയുണ്ട്. ഈ വാർത്ത രാധികമോൾ കണ്ട അവർക്ക് സംശയം തോന്നില്ലേ? അവള് ശ്യാമ എന്ന പാട്ടുകാരിയെ കാണാൻ നിർബന്ധം പിടിക്കില്ലേ? ഇനി അവൾ കണ്ടില്ലെങ്കിൽ പോലും വേറെ ആരെങ്കിലും അവൾക്ക് കാണിച്ചു കൊടുത്തൂടെ? ചെറിയ ചെറിയ സംഭവത്തിന് പോലും ഓൺലൈൻ മീഡിയക്കാര്
ആളുകളെ തേടി വരുന്ന കാലോ. രാധികമോളെ തേടി അവര് വരും. ഒരേ മുഖം ഒരേ ഭാവം എന്നൊക്കെ പറഞ്ഞ് അവര് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യും? ശ്യാമ പറഞ്ഞത് ഞാൻ സീരിയസ് ആയിട്ട് ആലോചിച്ചു. ഇങ്ങനെ പറഞ്ഞതിന് കൃത്യമായിട്ട് വ്യാഖ്യാനം ഉണ്ടായാല് രാധികമോളുടെ മനസ്സിലും ആ സംശയം ഉണ്ടാവും. അപ്പൊ പിന്നെ നമ്മൾ എന്തിനൊരു പരീക്ഷണത്തിന് നിൽക്കുന്ന? നമുക്കിത് മോളോട് തുറന്നു പറയാം ഇപ്പൊ തന്നെ. അതിലെനിക്ക് പേടിയുണ്ടെടുത്തേ. പ്രസവിച്ച് വലിച്ചെറിഞ്ഞ അമ്മയെക്കുറിച്ച് അവള് കൂടെ കൂടെ പറയാറുള്ളത് നമ്മൾ കേൾക്കാറില്ലേ? ആ പേടിയുടെ പേരിലല്ലേ ഞാൻ എപ്പോഴും ഈ വേഷത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നത്. എടുത്തി ഒരു കാര്യം ചെയ്യാം. എടുത്തി പോയി രാധികമോളെ വിളിച്ചോണ്ട് വാ. ഇതിനോട് അവൾ എങ്ങനെ പ്രതികരിക്കുന്നേ നമുക്ക് നോക്കാലോ. അപ്പോ ഈ വാർത്ത കണ്ട് നല്ല രീതിയിൽ രാധികമോൾ പ്രതികരിക്കുന്നെങ്കില് ഈ മുഖംമൂടി ഇന്ന് മാറ്റുമല്ലേ? തീർച്ചയായിട്ടും. ചെല്ലെടുത്തേ. രാധികമോളെ, എന്താ മാഡം? ഇത് ഓഫീസിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാനിപ്പോ വരാവേ.